മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഒരു രാഷ്ട്രം മുഴുവനും ദുഃഖത്തിൻ്റെ അഗാധ തലത്തിൽ നിറഞ്ഞു കവിയുന്ന അവസ്ഥ. എല്ലാവരും മരിച്ചു. ഭീഷ്മര് ശരശയ്യയിൽ കിടക്കാണ്. രാത്രി ഒറ്റയ്ക്ക് ദുര്യോധനൻ നിന്ന് കരയുകയാണ്. ദുര്യോധനൻ കരയാൻ കാരണം തൻ്റെ വാശിയും തൻ്റെ അഹങ്കാരവുമായിരുന്നല്ലോ ഈ യുദ്ധത്തിന് വഴിതെളിച്ചതും ഇത്രയും വ്യക്തികൾ മരിക്കാൻ കാരണമായതുമെല്ലാം. തൻ്റെ വാശിയും തൻ്റെ അത്യാഗ്രഹവും എത്രയോ നല്ല വ്യക്തികൾ ഉപദേശം നൽകിയിട്ട് അതൊന്നും സ്വീകരിക്കാത്തതുമാണല്ലോ എന്ന ദുഃഖത്തിൽ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. അപ്പൊ ദുര്യോധനൻ പറഞ്ഞൊരു വരിയുണ്ട്, ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നചമേ നിവൃത്തി, കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയോജയതി തഥാ കരോമി. ഒരു ദുഃഖത്തിൻ്റെ വരിയാണ്. ധർമ്മം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ധർമ്മം എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ധർമ്മം എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ല. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമി അധർമ്മം. അധർമ്മം എന്താണെന്നും എനിക്ക് നല്ലോണം അറിയാം. അധർമ്മം എന്താണെന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. നചമേ നിവൃത്തി, അതല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ജാനാമി അധർമ്മം നചമേ നിവൃത്തി, അതല്ലാണ്ട് വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഈശ്വര ഇങ്ങനെയൊക്കെ ആയത്? കേനാപി ദേവേന ഹൃദിസ്ഥിതേന, ഏതോ ഒരു ശക്തി, വിവരിക്കാൻ സാധിക്കാത്തൊരു ശക്തി എൻ്റെ ഹൃദയത്തിലും മനസ്സിലും നിറഞ്ഞു നിന്ന് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചു. കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയോജയതി തഥാ കരോമി. അതെന്നോട് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറഞ്ഞു. ഞാൻ അതെല്ലാം ചെയ്തു. ഇപ്പൊ ഞാൻ ദുഃഖിക്കുന്നു ജഗദീശ്വര, ഇപ്പൊ ഞാൻ ദുഃഖിക്കുന്നു. ഈ ഒരു വരി ഈ രാഷ്ട്രത്തിലെ എല്ലാ ജനതയ്ക്കും, ലോകത്തിലെ എല്ലാ ജനതയ്ക്കും ആപ്ലിക്കബിളാണ്. ശരിക്ക് ഇന്നലെ മാതൃഭൂമിയിൽ ആ ഹിമവൽ ഭദ്രാനന്ദ എന്ന സ്വാമിയും പിന്നെ ഷാർജഹാനോ തുടങ്ങിയ വ്യക്തികളെയൊക്കെ വണ്ടിയിലിട്ട് പോലീസ് തിരുവനന്തപുരം മുഴുവനും കറക്കി രാവിലെ 9 മണിക്കോ മറ്റോ വണ്ടിയിൽ കയറ്റി എന്തൊക്കെയാണ് ചെയ്തതെന്നും ആ പോലീസുകാരുടെ വിവരണം കേട്ട് നമ്മുടെ മുഖ്യമന്ത്രി വെറും കളിപ്പാവ പോലെ, ഒരു തോക്ക് സ്വാമി അവിടെ ഉണ്ടായിരുന്നു. തോക്ക് സ്വാമി അവിടെ ഉണ്ടായിട്ടേയില്ല. ഇങ്ങനെ എല്ലാ പച്ച നുണകളും തനി തിന്മയുടെ ഭാഗത്തിൽ ധാർഷ്ട്യത്തോടു കൂടിയുള്ള വിവരണങ്ങളുമെല്ലാം കേട്ടപ്പോൾ, അതേപോലെ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ഓരോന്നും കാണുമ്പോൾ ചിലപ്പോൾ തോന്നിപ്പോവാറുണ്ട്, ഏത് ശക്തിയാ ഇവരുടെ മനസ്സിലിരുന്നോണ്ട് ഇതെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? തെറ്റുകളുടെ പരമ്പരകൾ ചെയ്തിട്ടും ഇവരൊന്നും ഇത് തിരിച്ചറിയുന്നില്ലല്ലോ ഈശ്വര. ആരോടോ ഒക്കെ ഉള്ള വാശി തീർക്കാൻ, ആരോടോ ഒക്കെ ഉള്ള പക തീർക്കാൻ ആരൊക്കെയോ മനസ്സിൽ ഉപദേശിച്ച് ഇവരെ മാറ്റുന്ന രീതിയിൽ ഇവർ ചെയ്യുമ്പോൾ എനിക്ക് ദുര്യോധനനെ ആ ഓർമ്മ വരിക. എന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ അമ്മ അമൃതാനന്ദമായി ചോദിക്കാറുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ ചില വരികൾ കേൾക്കുമ്പോഴും പിണറായി വിജയൻ സാറിന്റെ വരികൾ കേൾക്കുമ്പോഴും അതിനകത്ത് തന്നെ MA ബേബിയെ പോലെയുള്ളവർ നല്ലത് പറയുന്നത് കേൾക്കാതെ, അതിനകത്ത് തന്നെ പലരും നല്ലത് പറയുന്നത് കേൾക്കാതെ, ഉപദേശിക്കുന്നത് കേൾക്കാതെ
ധാർഷ്ട്യത്തോടുകൂടി അടുത്ത 150 വർഷം ഈ രാജ്യം ഭരിക്കാൻ വേണ്ടി ജനിച്ചവരാണ് ഞങ്ങളെന്ന് മിഥ്യാബോധത്തോടുകൂടി, അല്പത്വത്തോടുകൂടി, അല്പം പോലും നാണമില്ലാതെ ശരിക്കും നീചവും നികൃഷ്ടവും നിന്ദ്യവുമായ രീതിയിൽ മുഖ്യമന്ത്രി തന്നെ പണ്ട് ആരെയോ ഉപയോഗിച്ചൊരു വാക്ക് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ഓരോ പ്രവൃത്തിയും ഈ കേരളത്തിൽ ഇത്രയും സമ്പന്നവും ധന്യവുമായൊരു കേരളത്തെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ള കേരളത്തെ ഇത്രയും വികൃതവും നിന്ദ്യവുമാക്കുമ്പോൾ ഇവർ ചിന്തിക്കുന്നുണ്ടോ ഈ കസേരയെല്ലാം അവരുടെ സ്വന്തമല്ല, ഇറങ്ങേണ്ട ഒരു ദിവസമുണ്ടാവും. ഇങ്ങനെ ഇറങ്ങിയവരാരും വളരെ സന്തോഷത്തോടുകൂടി മരിച്ചിട്ടുമില്ല, ചത്തിട്ടുമില്ല. ഒരു ദിവസം ഈ നാട്ടിൽ നിന്ന് പോവാനുള്ളവരാണ് നമ്മൾ എന്നുള്ളത് കൂടി ഒന്ന് ചിന്തിച്ചാൽ ഏതോ ഞങ്ങൾ പറയുന്നതെല്ലാം ജനങ്ങൾ വിശ്വസിക്കുമെന്ന് ധരിച്ച് ശരിക്കും നേരല്ലാത്തതറിയാൻ നേരത്തെ അറിയാൻ വായിക്കേണ്ട ഒരു പത്രമുണ്ട്. നേരല്ലാത്തതറിയാൻ നേരത്തെ അറിയാൻ. 4 ദിവസം മുമ്പ് ഗുജറാത്തില് 2 കുട്ടികൾ തമ്മിൽ തല്ലിയിട്ടൊരു 2 പേരും മരിച്ചു. അതിൽ ആ പത്രം എഴുതിയത് എന്താ അറിയാമോ? അടുത്ത ഗുജറാത്ത് കലാപത്തിന് മോഡി തിരികൊളുത്തിയിരിക്കുന്നു. അതൊരു ചർച്ചാ വിഷയമേ ആയില്ല, മഞ്ഞപ്പത്രത്തിൽ പോലും വന്നില്ല. അതേസമയത്ത് ഇവിടെ ദിവസവും നടക്കുന്നുണ്ട് കേരളത്തില് കൊല്ലലും ചാവലും തിന്നലും എൻക്വയറിയും വലിച്ചഴക്കലും ഷെയ്ക്കാൻ്റെ കൊടുക്കലും എല്ലാം. അതൊക്കെ അറിയാതിരിക്കാൻ, നേരല്ലാത്തതറിയാൻ നേരത്തെ അറിയാൻ ഒരു പത്രത്തിലൂടെ ഇങ്ങനെ എഴുതി വിട്ടാൽ ഇത്രയും ബോധമില്ലാത്ത ഓക്കന്മാരാണോ കേരളത്തിലുള്ളത് എന്ന് തോന്നിപ്പോകുന്നു. ദുര്യോധനൻ പറഞ്ഞ മാതിരി 18 ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെയും തന്നെ അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യരെയും ഒരുമിച്ച് വളർന്ന പാണ്ഡവരില് ഭൂരിഭാഗം വ്യക്തികളെയും കൗരവരിൽ എല്ലാ സഹോദരന്മാരും എല്ലാവരെയും കൊല്ലാൻ കാരണമായത്, നശിപ്പിക്കാൻ കാരണമായത് ഞാനാണല്ലോ ഈശ്വര എന്ന് രാത്രി ഒറ്റയ്ക്കിരുന്ന് കരയേണ്ട ഗതികേട് നിങ്ങൾക്കാർക്കും ഉണ്ടാവാതിരിക്കട്ടെ. പ്രണാമം, നമസ്കാരം.